അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ വിശ്വാസിനികളെ, കുഞ്ഞുമക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പവിത്രമായ ഈ റമദാൻ മാസത്തിലെ മറ്റൊരു നോമ്പ് കൂടി നാം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാകട്ടെ. ഇനിയുള്ള നോമ്പുകൾ അവന്റെ കാരുണ്യം കൊണ്ട് ശരിയായ രീതിയിൽ പിടിച്ചു വീട്ടുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് നോമ്പ് നമുക്ക് നൽകേണ്ട ആത്മനിയന്ത്രണത്തെയും ക്ഷമയെയും കുറിച്ചായിരുന്നു. ആ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന് ഓരോ ദിവസവും നമ്മൾ സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. ഇന്ന് റമദാനിന്റെ ഈ രാവിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വശത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. റമദാൻ മാസത്തിന് ഇത്രമേൽ പവിത്രത ലഭിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം ഈ മാസത്തിലാണ് മനുഷ്യരാശിയുടെ മാർഗദർശിയായ വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത് എന്നതാണ്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 185-ാം വചനത്തിലൂടെ നമ്മോട് പറയുന്നത് ശ്രദ്ധിക്കുക. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ മാസം ഖുർആൻ അവതരിക്കപ്പെട്ടതാകുന്നു. എന്തിനു വേണ്ടി? ഹുദൽ ലിന്നാസി, മനുഷ്യർക്ക് സന്മാർഗമായി കൊണ്ട്, വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായി കൊണ്ടും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് റമദാനും ഖുർആനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധമാണ്. നോമ്പുകാരന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ഖുർആൻ ആയിരിക്കണം. പകൽ സമയം നമ്മൾ നോമ്പിലൂടെ ശാരീരികമായ ശുദ്ധീകരണം നടത്തുമ്പോൾ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ഖുർആൻ പാരായണത്തിലൂടെയും അത് ചിന്തിച്ച് പഠിക്കുന്നതിലൂടെയും നമ്മുടെ ആത്മാവിനെയാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത്. അന്ത്യനാളിലെ ഭയാനകമായ അവസ്ഥയിൽ നമ്മെ സഹായിക്കാൻ ആരും ഉണ്ടാകില്ലെന്ന് നാം ഭയപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി വാദിക്കാൻ രണ്ട് സുഹൃത്തുക്കൾ മുന്നോട്ട് വരും. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പഠിപ്പിച്ചു: നോമ്പും ഖുർആനും അന്ത്യനാളിൽ ദാസന് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. നോമ്പ് പറയും, എന്റെ റബ്ബേ, പകൽ സമയം ഭക്ഷണത്തിൽ നിന്നും വികാരങ്ങളിൽ നിന്നും ഞാൻ ഇവനെ തടഞ്ഞു. അതിനാൽ ഇവന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ. ഖുർആൻ പറയും, റബ്ബേ, രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഞാൻ ഇവനെ തടഞ്ഞു. അതിനാൽ ഇവന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ. അങ്ങനെ അള്ളാഹു അവയുടെ ശുപാർശ സ്വീകരിക്കും. ആലോചിച്ചു നോക്കൂ, നമ്മുടെ കൂടെ ആരുമില്ലാത്ത ആ വിചാരണ വേളയിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇതാ മഹത്തായ രണ്ട് ശുപാർശകർ. നാം നേരത്തെ പറഞ്ഞിട്ടുള്ള റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ നോമ്പ് സഹായിക്കുമ്പോൾ സ്വർഗത്തിലെ നമ്മുടെ പദവികൾ ഉയർത്താൻ ഖുർആൻ സഹായിക്കുന്നു. നമ്മുടെ ഈ റമദാൻ നോമ്പ് കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും അന്ത്യനാളിൽ ശുപാർശ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, ഖുർആൻ എന്നത് വെറുതെ ഓതിപ്പോകാനുള്ള ഒരു ഗ്രന്ഥമല്ല, അത് നമ്മുടെ ജീവിതത്തെ മാറ്റാനുള്ളതാണ്. മുൻകാല പണ്ഡിതന്മാർ റമദാൻ വന്നാൽ തങ്ങളുടെ മറ്റ് പഠന ക്ലാസുകൾ പോലും മാറ്റിവെച്ച് ഖുർആനിലേക്ക് പൂർണ്ണമായി തിരിയുമായിരുന്നു. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി റമദാൻ ആയാൽ ഹദീസ് ക്ലാസുകൾ നിർത്തിവെച്ച് ഖുർആൻ മുസ്ഹഫ് എടുത്ത് പാരായണത്തിനും പഠനത്തിനും ഒഴുകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമുമായി ഓരോ വർഷവും റമദാനിൽ ഖുർആൻ പാഠം പുതുക്കുമായിരുന്നു. നമ്മൾ എത്രത്തോളം ഖുർആനുമായി അടുത്തു എന്നത് ഈ രാവിൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഖുർആൻ ഖത്തം ഓതി തീർക്കാൻ നാം ശ്രമിക്കുക. അർത്ഥമറിയാതെ പലതവണ ഓതി തീർക്കുന്നതിനോടൊപ്പം അള്ളാഹുവിന്റെ ഒരു വചനം അതിന്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം തയ്യാറാവണം. ഖുർആൻ ഓതുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടണം. സൂറത്തുൽ ഹശ്റിലെ 21-ാം വചനത്തിൽ അള്ളാഹു പറയുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഈ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന്റെ മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ലറഅയ്ത ഖാശിയം മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്,
അള്ളാഹുവിനെ പറ്റിയുള്ള ഭയത്താൽ അത് വിനീതമാകുന്നതും പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു. പർവ്വതങ്ങളെ പോലും വിറപ്പിക്കാൻ ശേഷിയുള്ള അള്ളാഹുവിന്റെ കലാം നമ്മുടെ കാതുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ അത് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് എന്തോ രോഗം ബാധിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. ഇന്നത്തെ കാലത്ത് അറിവ് നേടാൻ ഒരുപാട് വഴികളുണ്ട്. എന്നാൽ സ്വഹീഹായ അറിവ് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നേടാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആനും സുന്നത്തും നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. തെറ്റായ വിശ്വാസങ്ങളും വിദഗ്ധകളും കടന്നുകൂടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി അറിവില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാൻ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള മാസമായി മാറണം. അതിന് ഖുർആനിനെ നമ്മൾ മുറുകെ പിടിക്കണം. ഖുർആൻ ഓതുകയും എന്നാൽ അതിലെ നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ആ ഖുർആൻ കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്? ഗീബത്ത് പറയരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അത് നമ്മൾ ജീവിതത്തിൽ നടപ്പാക്കണം. ഇടപാടുകളിൽ സത്യസന്ധത പുലർത്തണം എന്ന് ഖുർആൻ പറയുമ്പോൾ അത് നമ്മുടെ കച്ചവടങ്ങളിലും തൊഴിലിടങ്ങളിലും കാണണം. ഇതാണ് ഖുർആനുമായുള്ള യഥാർത്ഥ ബന്ധം. ഖുർആൻ ഹൃദയത്തിൽ വഹിക്കുന്നവൻ അള്ളാഹുവിന്റെ പ്രത്യേക ദാസന്മാരാണെന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരിൽ അള്ളാഹുവിന് സ്വന്തമായി ചില ആളുകളുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, ആരാണ് അവർ? തിരുമേനി പറഞ്ഞു, അവർ അഹ്ലുൽ ഖുർആൻ അഥവാ ഖുർആനിന്റെ ആളുകളാണ്. അവർ അള്ളാഹുവിന്റെ ആളുകളും അവന്റെ പ്രത്യേക ദാസന്മാരുമാണ്. ആരാണ് ഈ അഹ്ലുൽ ഖുർആൻ? വെറുതെ ഖുർആൻ ഓതുന്നവർ മാത്രമല്ല ഇതിൽ ഉൾപ്പെടുന്നത്. ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരും മനഃപ്പാഠമാക്കുന്നവരും ഖുർആൻ പതിവായി പാരായണം ചെയ്യുകയും അതിലെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരുമാണ് അള്ളാഹു നൽകുന്ന ഈ പ്രിവിലേജിന് അർഹരായിട്ടുള്ളവർ. ഖുർആൻ ഓതുന്നവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലം കണക്കാക്കാൻ കഴിയാത്തത്രയാണ്. അബ്ദുല്ലാഹുബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ അവന് ഒരു നന്മയുണ്ടാകും. ഓരോ നന്മയും അതിന്റെ 10 ഇരട്ടിയായാണ് പ്രതിഫലം നൽകപ്പെടുക. അലിഫ് ലാം മീം എന്ന വചനം ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം എന്നത് മറ്റൊരു ഹർഫുമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മാസങ്ങളിൽ ഒരക്ഷരത്തിന് 10 നന്മ ലഭിക്കുമെങ്കിൽ റമദാനിലെ ഒരു സുന്നത്തിന് ഫർദിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന കണക്ക് പ്രകാരം ഈ മാസത്തിൽ നാം ഓതുന്ന ഓരോ അക്ഷരത്തിനും ലഭിക്കുന്ന പ്രതിഫലം എത്രത്തോളമായിരിക്കും? ഖുർആനിൽ ഏകദേശം 3.25 ലക്ഷം അക്ഷരങ്ങളുണ്ട്. പ്രതിഫലങ്ങൾ 70ഉം അതിലധികവും ഇരട്ടിയായി വർദ്ധിക്കപ്പെടുന്ന റമദാനിൽ ഒരാൾ ഖുർആൻ മുഴുവനായി ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ ലഭിക്കുന്നത് കോടിക്കണക്കിന് നന്മയുടെ പ്രതിഫലമാണ്. ഈ വലിയൊരു ഭാഗം കൈപ്പിടിയിൽ ഒതുക്കാൻ നമുക്കിന്ന് യാതൊരു പ്രയാസവുമില്ല. ഖുർആൻ ഓതാൻ ഇപ്പോൾ അങ്ങേയറ്റം എളുപ്പമാണ്. നമ്മുടെ എല്ലാ കൈകളിലുള്ള ഫോണിൽ തന്നെ ഖുർആൻ ലഭ്യമാണ്. യാത്രയിലോ ജോലിക്കിടയിലെ ഒഴിവു സമയത്തോ എവിടെയിരുന്നും നമുക്കത് പാരായണം ചെയ്യാം. ഇനി ഓതാൻ അറിയാത്തവരോ അല്ലെങ്കിൽ നോക്കി ഓതാൻ ബുദ്ധിമുട്ടുള്ളവരോ സമയമില്ലാത്തവരോ ആണെങ്കിൽ ഖുർആൻ മനോഹരമായി കേൾക്കാനുള്ള സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. ഖുർആൻ പാരായണം ചെയ്തും അത് ശ്രദ്ധിച്ചു കേട്ടും ആ കോടിക്കണക്കിന് പ്രതിഫലത്തിന് അർഹരാകാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ രാത്രിയിൽ നമ്മുടെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം വേണം. ഇനിയുള്ള ദിനങ്ങളിൽ ഖുർആനുമായി പുതിയൊരു ബന്ധം നമ്മൾ സ്ഥാപിക്കുമെന്ന്, ഓരോ ദിവസവും കുറച്ചു സമയം ഖുർആൻ പഠിക്കാൻ നമ്മൾ മാറ്റിവെക്കുമെന്ന്. അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഖുർആൻ നമ്മെ നയിക്കുമാറാകട്ടെ. ഖുർആൻ ഓതുമ്പോൾ കേവലം അക്ഷരങ്ങൾക്കപ്പുറം അതിന്റെ ആശയങ്ങളിൽ നാം മുഴുകണം. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ 47-ാം അധ്യായം സൂറത്തുൽ മുഹമ്മദിലെ 24-ാം വചനത്തിലൂടെ ചോദിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബി അഖ്ഫാലുഹാ. അവർ ഖുർആൻ ചിന്തിച്ചു പഠിക്കുന്നില്ലേ? അതല്ല ഹൃദയങ്ങൾ പൂട്ടപ്പെട്ടിരിക്കുകയാണോ? നമ്മുടെ ഹൃദയങ്ങളിലെ പൂട്ടുകൾ തുറക്കാനുള്ള താക്കോലാണ് ഈ റമദാൻ.
ഖുർആൻ നമുക്ക് അലങ്കാരമല്ല, അതൊരു ജീവിതചര്യയാണ്. ഓരോ ആയത്തും നമ്മോട് എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കാൻ ഈ രാത്രികൾ നാം ഉപയോഗപ്പെടുത്തണം. ഇൽമ് അഥവാ അറിവ് സമ്പാദനം എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ നിത്യമായ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബിൽ ഇൽമു ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അറിവ് അന്വേഷിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന ഫരീദത്ത് എന്ന വാക്ക് ശ്രദ്ധിക്കുക. നിസ്കാരവും നോമ്പും സക്കാത്തും മുസ്ലിമിന് ഫർളാക്കപ്പെട്ടതുപോലെ ദീനിപരമായ അറിവ് നേടലും നിർബന്ധമാണ്. റമദാൻ മാസത്തിൽ നമ്മൾ നടത്തുന്ന ഓരോ ഇബാദത്തും അത് എങ്ങനെ ചെയ്യണം എന്ന കൃത്യമായ അറിവോടെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അറിവില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതല്ല. ഖുർആൻ കേവലം പാരായണം ചെയ്യുക മാത്രമല്ല, അതിലെ കൽപ്പനകൾ എന്തൊക്കെയാണ്, വിരോധനകൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. സത്യാസത്യങ്ങളെ വേർതിരിച്ചറിയാനുള്ള അറിവാണ് ഖുർആൻ നമുക്ക് പകർന്നു നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, അറിവ് നേടുന്നവന്റെ പദവികൾ അള്ളാഹു ഉയർത്തുമെന്ന് ഖുർആൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സൂറത്തുൽ മുജാദിലയിലെ 11-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു പല ദർജകൾ ഉയർത്തുന്നതാണ്. ചങ്ങനാശ്ശേരി സൽഫി മസ്ജിദിൽ വരുന്നവരെന്ന നിലയിൽ നമ്മുടെ മുൻപിൽ അറിവ് നേടാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. ലേണ്ട ഖുർആനും വെളിച്ചവും പോലുള്ള പാഠ്യപദ്ധതികളുടെ പഠിതാക്കളാണ് നമ്മിൽ പലരും. അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിലും അറിവ് നേടാനുള്ള അവസരങ്ങൾ നമ്മുടെ ഈ മസ്ജിദിൽ ഒരുക്കപ്പെടുന്നു. തറാവീഹിനോടനുബന്ധിച്ചുള്ള ക്ലാസുകൾക്ക് പുറമെ ഞായറാഴ്ചകളിലും പ്രഗത്ഭരായ പണ്ഡിതന്മാർ നടത്തുന്ന വൈജ്ഞാനിക പ്രഭാഷണങ്ങൾ ഈ മിമ്പറിൽ നിന്നും നമുക്ക് കേൾക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നാളെ അസർ നമസ്കാരത്തിന് ശേഷം ബഹുമാന്യായ അക്ബർ സ്വലാഹി ഈരാറ്റുപേട്ട പുണ്യദിനങ്ങളെ ധന്യമാക്കാം, നാഥനിലേക്ക് ലയിച്ചു ചേരാം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നതാണ്. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും നാളെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും നമ്മുടെ പരിചയത്തിലുള്ളവരെ കൂടെ ഈ ഇൽമിന്റെ സദസ്സിനെ കുറിച്ച് അറിയിക്കുകയും ക്ഷണിക്കുകയും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക. ക്ലാസ് കഴിഞ്ഞ് ലേണ്ട ഖുർആൻ പരീക്ഷയിൽ 80% മുകളിൽ മാർക്ക് ലഭിച്ചവർക്ക് മെമന്റോയും സമ്മാനങ്ങളും വിതരണം ചെയ്യുന്നതാണ്. എല്ലാ പഠിതാക്കളും പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. ലേണ്ട ഖുർആൻ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ നേരത്തെ വിതരണം ചെയ്തിരുന്നു. അത് ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ എല്ലാവരും പ്രഭാഷണം മുഴുവനായി കേൾക്കുകയും ശേഷം ഇഫ്താറിൽ പങ്കെടുക്കുകയും ചെയ്യുക. വിജ്ഞാനം തേടിയുള്ള ഓരോ ചുവടുവെപ്പും സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാട്ടെ. നമ്മുടെ കൽബുകളിൽ ഖുർആനിനോടുള്ള സ്നേഹം അവൻ വർദ്ധിപ്പിച്ചു തരട്ടെ. അന്ത്യനാളിൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന കൂട്ടുകാരനായി ഖുർആനിനെ അവൻ മാറ്റട്ടെ. ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഈ പള്ളിയിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിജ്ഞാനം വർദ്ധിപ്പിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കട്ടെ. അള്ളാഹുവേ, ഖുർആൻ കൊണ്ട് നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.